ഗർഷം ടി വി യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ 2 ഓൾഡ് ഈസ് ഗോൾഡ് മത്സരത്തിൽ അടുത്തതായി നമുക്ക് വേണ്ടി ഗാനം ആലപിക്കാൻ എത്തുന്ന കണ്ടസ്റ്റന്റ് ഡോക്ടർ വിപിൻ നായർ. ഡോക്ടർ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. Allied Financial Services, working closely with the community for many years. Free phone 0800 112 3030. Malayalathinai 0203 006 2977. Allied Financial Services. ഡോക്ടറെ, യെസ്, ഏത് പാടാനായിട്ടാണ് വന്നിരിക്കുന്നത്? സ്വർഗപുത്രി നവരാത്രി എന്ന് പറഞ്ഞ പാട്ടാണ്. ഡോക്ടർ ഇപ്പൊ ക്ലിനിക്കിൽ നിന്നാണല്ലേ വരുന്നത്? ക്ലിനിക്കിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരെയാണ്. രോഗികളെ മുഴുവൻ നോക്കിയതിന് ശേഷം ഇപ്പോൾ ഓടിച്ചു വന്നതാണ്. എനിക്കൊരു ഡേറ്റിനൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. ഞാൻ സൺഡേ ആണെന്ന് കരുതി, പക്ഷേ 2 ദിവസം മുമ്പാണ് സാറ്റർഡേ എന്ന് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ക്യാൻസൽ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് ഓടുകയായിരുന്നു. എന്തായാലും രോഗികളെ മുഴുവൻ നോക്കിയതിന് ശേഷം ഇവിടെ ഓടി എത്തിയ ഈ ഒരു മനസ്സിന് ഒരു നല്ല കയ്യടി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പാടുക. ഓൾ ദ ബെസ്റ്റ്. തീർച്ചയായും. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ചനി സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാകൂ എന്നിനി. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ചനി സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാകൂ എന്നിനി. സ്വർഗപുത്രി നവരാത്രി. പാൽക്കടൽ തീരകളിലക്കിയെടുത്തനി ഭൂമില പുടവ തൊടുമ്പോൾ. പാൽക്കടൽ തീരകളിലക്കിയെടുത്തനി ഭൂമില പുടവ തൊടുമ്പോൾ. മീയിൽ തൊടുമ്പോൾ നിന്നെ പ്രണയപരാധീനയാക്കുവാൻ എന്തെന്നില്ലാത്തൊരഭിനിവേശം അഭിനിവേശം അഭിനിവേശം. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ചനിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നിനി. സ്വർഗപുത്രി നവരാത്രി. കൈകളിൽ മൃഗമതളികയുമേന്തിനി ഏകയായരികിൽ വരുമ്പോൾ. കൈകളിൽ മൃഗമതളികയുമേന്തിനി ഏകയായരികിൽ വരുമ്പോൾ. ദേവി വരുമ്പോൾ നിന്നെ കരവലയത്തിലൊതുക്കുവാൻ ഒന്ന് ചുംബിക്കുവാൻ അഭിനിവേശം അഭിനിവേശം അഭിനിവേശം. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ചനി സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നിനി. സ്വർഗപുത്രി നവരാത്രി. ഡോക്ടറെ, യെസ്,
ആ ഹൈപ്പിച്ച് പോയ പോർഷനൊക്കെ എന്ത് സൂപ്പറായിരുന്നു അറിയാമോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടല്ലേ? ആ അതെ, കൈയടിക്കുന്നു. അപ്പോൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ, അവരുടെയാണല്ലോ അഭിപ്രായം നമുക്ക് കേൾക്കേണ്ടത്. സണ്ണി സാർ. ഡോക്ടർ ബിപിൻ ജി, എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? സുഖമാണ്. ഡോക്ടർ ഇന്ന് വളരെ നന്നായിട്ട് പാടി കേട്ടോ. Thank you. പൊതുവെ നന്നായിരുന്നു. സ്വർഗപുത്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു പഞ്ചില്ല. സ്വർഗപുത്രി നവരാത്രി അവിടെ എടുക്കുന്നതിനകത്ത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്വ എന്നുള്ള അക്ഷരത്തിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോകണം. പേടിച്ചൊന്നും പാടേണ്ട കാര്യമില്ല ഇവിടെ. പിന്നെ സ്വർണം പതിച്ച നീ സ്വരമണ്ഡപത്തിലെയൊക്കെ വളരെ നല്ല സൂപ്പറായിട്ട് പാടി. പല്ലവിയൊക്കെ എപ്പോഴും നന്നായിരുന്നു. പിന്നെ പാൽക്കടൽ എന്നുള്ളത് ആ സ്റ്റാർട്ടിങ്ങിനകത്ത് പഞ്ചി വന്നില്ല. പാൽക്കടൽ തീരകളിൽ ഇല്ലേ പ്രണയപരാധീനയാക്കുവാൻ, അതൊരു പൂർണ്ണമായിട്ടുള്ള വന്നിട്ടില്ല അവിടെ കേട്ടോ. എന്തെന്നില്ല അത്രയും വന്നാൽ മതി. അഭിനിവേശം 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 അത്ര മതി. ആ ഫീലും കൂടെ കൊടുത്ത് പാടണം. ഈ കൈകളിൽ മൃഗമത തളികയും ഏന്തി എന്നുള്ളത് അതങ്ങ് കൊള്ളാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. കൈകളിൽ എന്നുള്ള അക്ഷരം പറഞ്ഞ സമയത്ത് ബുദ്ധിമുട്ട് വന്നു അല്ലേ. ഏകയായി അരികിൽ വരുമ്പോൾ ദേവി വരുമ്പോൾ അത് വരണം കേട്ടോ. അത് അങ്ങനെ വന്നില്ല. നിന്നെ കരവലയത്തിലൊതുക്കുവാൻ ഒന്നു അത്രയും മതി. ചുംബിക്കുവാൻ അഭിനിവേശം 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 സ്വർഗപുത്രി നവരാത്രി. ഇത് ലങ്സിൽ നിന്നകത്ത് നിന്ന് നമ്മൾ ശ്വാസം പോകരുത്, ഇങ്ങനെ കിടക്കണം. ആ ഫീൽ കൊണ്ടുവരണം. മൊത്തത്തിൽ ടോട്ടലി വലിയ പ്രശ്നം ഉണ്ടായില്ല. അക്ഷരമൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ഒരു 10 ഇരട്ടി വ്യത്യാസം വന്നിട്ടുണ്ട്. മലയാള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിനകത്ത് നല്ല വ്യത്യാസമുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സണ്ണി സാർ. ലോപ മാഡം. ഡോക്ടർ ജി എന്ന് വിളിക്കാനല്ലേ? ഇത്രയും പേഷ്യൻസിനൊക്കെ കണ്ടിട്ട് ഓടിച്ച് വന്നിട്ട് പിന്നെ ഈ പാട്ട് പാടുമ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിൻ ആയിട്ട് തോന്നിയോ? അതോ? തീർച്ചയായും സ്ട്രെയിൻ ആണ്. പക്ഷെ അതങ്ങനെ തോന്നിയില്ല. താങ്ക് യു. വളരെ സോഫ്റ്റ് ഒച്ചയാണ്, ഈ പാട്ടിന് പറ്റിയ ഒച്ചയാണ്. പിന്നെ ഇത്ര ജോലി കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് നേരെ പാടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടി മാത്രം പ്ലീസ് ഓഡിയൻസ് ഗിവ് ഹിം എ ബിഗ് അപ്ലോസ്. സണ്ണി സാറ് പറയേണ്ടതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്നും ശരിക്കും പറയാനില്ല. ചിലവിടെയൊക്കെ എനിക്ക് ഹെവി ബ്രെത്ത്ലെസ്നെസ്സും മാത്രം തോന്നി. വേറെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് എഫേർട്ട്. നല്ല ഒച്ചയായിരുന്നു, സോഫ്റ്റ് വോയിസ് ആൻഡ് കറക്റ്റായിരുന്നു എല്ലാത്തിനും. ആകെ ആ കൈകളിൽ നിന്ന് വരുമ്പോൾ മാത്രം ആ ഒരു ബ്രെത്ത്ലെസ്നെസ് അത് ഫീൽ ചെയ്തു. ബാക്കിയൊക്കെ സണ്ണി സാർ പറഞ്ഞ പോലെ തന്നെ. ബട്ട് ഇറ്റ് വാസ് എ വെരി നൈസ് എഫേർട്ട്. എനിക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമാണ് ആൻഡ് പറ്റിയ പാട്ടാണ് ഡോക്ടർ ജിയുടെ ഒച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഗുഡ്. ഡോക്ടറിന്റെ വോയിസിനെ കുറിച്ചൊക്കെ നല്ല കമന്റ്സ് ഒക്കെ കിട്ടി. എന്തായാലും നമുക്ക് മാർക്ക് എങ്ങനെ വന്നു നോക്കാം അല്ലേ? തീർച്ചയായും. We provide some of the best value flight specialist travel products. We offer this journey under the guidance of a team of travel experts. We are always in contact with world's best airlines to provide the journey at the cheapest rate. We always stand to provide a journey that satisfies all the needs of the customers. Your journey is our journey. We are at your reach to visit each and every corner of the world. Enjoy the natural beauty and to know the different cultures. Tom 10 Travels. Fly anywhere in the world. പെർമനന്റ് റെസിഡൻസി ശരിയാക്കിയത് പോൾ ജോൺ ആൻഡ് കമ്പനി സോളിസിറ്റേഴ്സ് ആണ്. എത്ര കോംപ്ലിക്കേറ്റഡ് വിസയും അവർ ക്ലിയർ ചെയ്തു തരും. പോൾ ജോൺ ആൻഡ് കമ്പനി സോളിസിറ്റേഴ്സ്, UK. ആ വണ്ടി ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം പെഡലിക്ക് ഭയങ്കര വേദനയാണ്. ഡാഡി, what's a pedal? നെക്കില്ലേ മാനെ, നെക്ക്. ഷോയി ചെറിയാനെ വിളിച്ചു പറഞ്ഞോ? അയ്യോടി, ഞാനത് മറന്നുപോയല്ലോ. വിളിച്ചാ വല്ലതും കിട്ടുവോ? വിളിച്ചു നോക്ക്, കിട്ടിയാ കിട്ടട്ടെ. ഹലോ, ആ ഷോയി. വാഹനങ്ങളിലൂടെയും വർക്ക് പ്ലേസിലൂടെയും നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന എല്ലാവിധ അപകടങ്ങളിലും അർഹമായ കോമ്പൻസേഷൻ ലഭ്യമാക്കുവാൻ കോൾ ഷോയി ചെറിയാൻ
ഡയറക്റ്റ് ആക്സിഡന്റ് ക്ലെയിം അസിസ്റ്റൻസ് UK. സണ്ണി സാർ. തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് ഒരു 41 മാർക്ക് ഇന്നത്തെ. താങ്ക് യു. ലോപ മാഡം. 41 മാർക്ക്. താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത റൗണ്ടിലും ഇതേപോലെ തന്നെ ഇതിനേക്കാൾ ഭംഗിയായി പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. Thank you. താങ്ക് യു.